ജീവിതമാണ് ദഅവത്ത് എന്ന് പഠിപ്പിച്ചവരാണ്. മഹാന്മാരായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും സംഘവും അസ്ഹാബുകൾ കേരളക്കരയിലേക്ക് വന്ന് ഭാഷ പോലും അറിയാതെ ദഅവത്ത് ചെയ്തത് അവരുടെ ജീവിതം കൊണ്ടായിരുന്നു. കുടിക്കാൻ വേണ്ടി കരിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇത് തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണോ എന്ന ഒരു മറിച്ചു ചോദ്യത്തിലൂടെയാണ് സ്വഹാബത്തിന്റെ ജീവിത വിശുദ്ധി ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ പോലും മനസ്സിലാക്കി തുടങ്ങുന്നത്. ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ ഖൈറുൻ മിൻ വഅലി അൽഫി റജുലിൻ ലിറജുലിൻ. 1000 ആളുകൾ ഒരാളോട് വഅദ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഭേദം 1000 ആളുകൾക്കിടയിൽ ഒരാൾ അതനുസരിച്ച് ജീവിക്കലാണ് എന്ന ആപ്തവാക്യം മുസ്ലിമീങ്ങളായ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അടർത്തിയെടുക്കേണ്ട ഒരു സന്ദേശമാണ്. ഇതിനെയാണ് നമ്മൾ ഇസ്തിഖാമ എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക എന്നാണല്ലോ ആ വാക്കിന്റെ അർത്ഥം. ഇസ്തിഖാമ. അള്ളാഹു എന്ത് പറഞ്ഞുവോ ഇതവന്റെ ലോകമാണ്, അവൻ ഇവിടെ പറയാൻ അധികാരമുണ്ട്. നിയമം അള്ളാഹുവിനാണ്. നമ്മുടെ ജീവിതവും മരണവും ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ ദിവസവും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കതാണ് ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരവും, വനുസുകി, എൻ്റെ ആരാധനാകർമ്മങ്ങളും, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്തിഖാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങേക്ക് തലമുടി വളരെ പെട്ടെന്ന് നരച്ചുപോയല്ലോ നബിയെ. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, പെട്ടെന്ന് തലമുടി നരച്ചുപോയല്ലോ. പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്താകുമ്പോൾ 17ഓളം താടി രോമങ്ങളും തലയിലെ രോമങ്ങളുമാണ് നരച്ചിട്ടുള്ളത്. അറബികൾക്കന്ന് തല നരക്കാറുള്ളത് ഉദ്ദേശം 80 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ വളരെ പെട്ടെന്ന് അങ്ങേക്ക് നരബാധിച്ചുവല്ലോ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ. സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ് എന്നെ നരബാധിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഹൂദ്, സൂറത്തുൽ മുർസലാത്ത്, സൂറത്തുൻ നാസിആത്ത്, സൂറത്തുൻ നബ, പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ അവസാന ഭാഗം ചർച്ച ചെയ്യുന്നത് ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചാണ്. ഖിയാമത്തിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച്. ഖുർആൻ അവസാനിക്കുന്നത് ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച്. വളരെ മനോഹരമാണ്. ഖുർആനിന്റെ 30 ജുസ്ഉകളിൽ അവസാനത്തെ ജുസ്ഇലേക്ക് പ്രവേശിച്ചാൽ അത് മുഴുവനും ചർച്ച ചെയ്യുന്നത് പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. ഖുർആൻ അവസാനിക്കുമ്പോൾ ഈ ലോകം അവസാനിച്ചു പോകുന്ന മനുഷ്യന്റെ ഭീതിജനകമായ അവസ്ഥയെ മുഴുവനും അനാവരണം ചെയ്യുന്ന സൂറത്തുകൾ ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ. സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരുമാണ് എനിക്ക് നരബാധിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചോദിച്ചു, നബിയേ മാ ശയ്യബക മിൻ ഹൂദിൻ വ അഖവാതിഹാ, സൂറത്ത് ഹൂദിലും അതിന്റെ സഹോദരിമാരിലും അങ്ങേക്ക് നരബാധിക്കാൻ കാരണമായ വിഷയം എന്താണ് നബിയേ? ഖാല, ഇവിടുന്ന് മറുപടി പറഞ്ഞു ഖൗലുഹു തആല, അല്ലാഹു പറയുന്നുവല്ലോ ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം കമാ ഉമിർത. നബിയേ, അങ്ങയോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് ആ രീതിയിൽ അങ്ങ് ശരിയായ നേർവഴിയിൽ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ.
അണു അളവങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാതെ നേരായ നേർവഴിയിൽ തന്നെ നിൽക്കണം നബിയെ. ഫസ്തഖിം കമാ ഉമിർത്. അങ്ങും അങ്ങയുടെ സ്വഹാബുകളും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കണം എന്ന ആ ഒരു വാക്ക് അത് നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? അള്ളാഹു ഉദ്ദേശിച്ച പോലെ എന്നെ കൊണ്ടാവാൻ കഴിയുമോ? ആ പേടിയാണ് എന്നെ നരബാധിപ്പിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ സംബന്ധിച്ച് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധമുണ്ട്. വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്ന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, അത്രേ ഈസ നബിയെ, നിങ്ങൾ ഈ പറയുന്നത് മരിക്കാറായ ആളുകളെ മരിപ്പിക്കലായിരിക്കും, അവരെ ജീവിപ്പിക്കലായിരിക്കാം. മരിച്ചുകൊണ്ടിരിക്കുന്നവരെ, ജീവൻ ഒരൽപ്പം ബാക്കിയുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയലാണ്, അതായിരിക്കണം അങ്ങേക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത്. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല, വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചവരെ തന്നെ ഞാൻ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ. അങ്ങനെ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സാം ഇബ്നു നൂഹ്, ഫലസ്തീനിൽ കിടക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാമിന്റെ ഖബർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഈ സാമിനെ അങ്ങേക്ക് ജീവിപ്പിക്കാൻ കഴിയുമോ? എല്ലാവരും വരിനെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവുകയാണ് സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ ജീവിപ്പിക്കാൻ മഹാനായ ഈസ നബി അലൈഹിസ്സലാം. സാമിന്റെ ഖബറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കുക സാം എന്ന് പറഞ്ഞപ്പോ ഫഖാമ മിൻ ഖബ്രിഹി, തന്റെ ഖബറിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകൻ സാം എന്ന പുത്രൻ എഴുന്നേറ്റിരുന്നു. തലമുടിയാകെ നരച്ചുപോയിട്ടുണ്ട്. മഹാനായ ഈസ നബി അലൈഹിസ്സലാം ചോദിച്ചു, സാം, നിങ്ങളുടെ നാട്ടുകാർക്ക് തലമുടി നരക്കാറില്ലായിരുന്നുവല്ലോ, എന്ത് സംഭവിച്ചു എന്ന്. അവർ പറഞ്ഞു, ഈസ നബിയെ, നിങ്ങൾ എന്നോട് എഴുന്നേൽക്കുക ഖും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത് അന്ത്യനാളിന്റെ എഴുന്നേൽപ്പാണെന്ന്, പരലോകത്തേക്ക് വേണ്ടിയുള്ള എഴുന്നേൽപ്പാണെന്ന്. അള്ളാഹു എഴുന്നേൽക്കാൻ പറഞ്ഞതാണ്, ഖബറിൽ നിന്നുള്ള എഴുന്നേൽക്കലാണ്. ഞാൻ പേടിച്ചുപോയി. ആ ഒരൊറ്റ നിമിഷത്തെ പേടി കൊണ്ട് സംഭവിച്ച നിരയാണിതെന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനോട് സാം ഇബ്നു നൂഹ് പറഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. യൗമൻ യജ്അലുൽ വിൽദാന ശീബ, ആ ദിവസത്തിന്റെ ഭയാനകത ഓർക്കുമ്പോൾ കുട്ടികൾക്ക് പോലും നരബാധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. അല്ലാഹു തആല നമ്മെ അതിൽ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു. 60 ആമൻ, 60 വയസ്സായി. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, 60 വയസ്സായിട്ട് 60 വർഷമായി നിങ്ങൾ അള്ളാഹുവിന്റെ അജലിലേക്ക്, നിങ്ങൾക്ക് നിർണയിക്കപ്പെട്ട മരണത്തിന്റെ സമയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണോ? 60 വർഷമായി നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച മരണത്തിലേക്ക്, ഖബറിലേക്ക് നടന്നെടുക്കുകയായിരുന്നുവോ? ഈ മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവവും പേടിയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പേടിച്ചുകൊണ്ട് പറഞ്ഞുപോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസം വരുമ്പോൾ പറയുന്ന വാക്കാണത്. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സത്യവിശ്വാസിനികൾക്ക് എന്ത് പ്രയാസം വന്നാലും അവർ ഉടനെ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, അതദ്രി മഅനാ ഖൗലിക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ആശയം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അന അബ്ദുൽ ലില്ലാഹ്
വഇന്നി ഇലൈഹി റാജിഅ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി 60 വയസ്സുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോൾ എത്രയായി വയസ്സ്? 60 കഴിഞ്ഞു. 60 വർഷമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഖബറിലേക്ക് നിങ്ങൾ നടന്നു പോവുകയായിരുന്നുവല്ലേ? 60 വർഷമായിട്ട് ജീവിതത്തിൽ നിന്ന് ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്. 60 വയസ്സായില്ലേ? നമ്മളൊക്കെ ആലോചിക്കാറുണ്ടോ 60 വയസ്സാകുമ്പോഴേക്കും? അതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഖളാഇന് വയസ്സിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ മുമ്പേ അവരിലേക്ക് തിരിച്ചു പോകാം. ഇവിടുത്തെ യാത്രയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാം. ഓരോരോ ദിവസങ്ങളും യാത്രയുടെ ഡേറ്റിനോട് അടുത്തടുത്ത് വരാൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ്. നമ്മളെല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ്. അത്തദ്രീ മഅനാ ഖൗലിക, നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അർത്ഥം? അന അബ്ദുൻ ലില്ലാഹ്, ഇന്നാ ലില്ലാഹ്, we all belong to Allah, വ ഇന്നാ ഇലൈഹി റാജിഊൻ, and to him we all have to return. അല്ലാഹുവിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്. അല്ലാഹുവിനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹ്, ആ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയോ? നമ്മൾ അല്ലാഹുവിനുള്ളവരാണ്. അവന് ഇഷ്ടമുള്ളതുപോലെ നമ്മളിൽ അവന് പെരുമാറാം. നമ്മുടെ മക്കൾ അല്ലാഹുവിനുള്ളതാണ്. അവൻ ഇഷ്ടപ്പെടുന്ന പ്രകാരം ആ മക്കളിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ തരാം, തരാതിരിക്കാം. സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. അവൻ ഇഷ്ടമുള്ള രീതിയിൽ അല്ലാഹു അതിൽ പരീക്ഷണം തരാം, ബറക്കത്ത് തരാം. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണല്ലോ. അപ്പൊ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഇദാ അലിംത അന്നക അബ്ദുൻ ലില്ലാഹ് وأنك إليه راجع فاعلم أنك موقوف بين يديه. നീ അല്ലാഹുവിന്റെ അടിമയാണെന്ന് മനസ്സിലാക്കുകയും അവനിലേക്ക് തിരിച്ചു പോകാനുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ, ഓ മനുഷ്യ നീ ഉറപ്പിച്ചോ, فإنك بين يديه موقوف, അവന്റെ മുമ്പിൽ നിനക്ക് നിൽക്കേണ്ട ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട്. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ബഹുമാന പുരസ്സരം എഴുന്നേൽക്കുന്നവർ. ഇമാമുന ഖുർത്തുബി തങ്ങൾ ആയത്തിന് അർത്ഥം കൊടുത്തത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. വഇദാ അലിംത, ഫുദൈൽ ഇബ്നു ഇയാദ് ഇന്നാ ലില്ലാഹിയുടെ മഅന മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഫഇദാ അലിംത അന്നക മൗഖൂഫുൻ ബൈന യദൈ ഫഅലം അന്നക മസ്ഊൽ. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ ഉറപ്പിച്ചോ, നീ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവനാണ്. നിന്നോട് അവിടെ ചോദ്യമുണ്ട്. വഇദാ അലിംത അന്നക മസ്ഊലുൻ ബൈന യദൈ, അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ, നീ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിച്ചോ. ആരംഭിച്ചോ, ഇപ്പോഴത്തന്നെ ആരംഭിച്ചേക്കണം. അവിടെ ചോദ്യമുണ്ട്, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്പോഴേ കണ്ടുവച്ചേക്കണം. യാ ഫുദൈൽ ഇബ്നു ഇയാദ് ഫമൽ ഹീല. ഫുദൈൽ ഇബ്നു ഇയാദ്, അങ്ങനെ നമ്മളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുകയും അല്ലാഹു നമ്മളോട് ചോദിക്കാൻ പോവുകയുമെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി? ഫമൽ ഹീല, നാളെ എങ്ങനെ രക്ഷപ്പെടാൻ വഴിയുണ്ട്? എന്താണ് നാളെ രക്ഷപ്പെടാനുള്ള വഴി? ഫഖാൽ, പറഞ്ഞു കൊടുത്തു, തുബ് ഇലല്ലാഹ് വസ്തഗ്ഫിർ ലിമാ മളാ മിൻ ദുനൂബിക്. നിന്റെ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി പറ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ്. യുസ്ലിഹ് ലക മാ ബഖി വയഗ്ഫിർ ലക മാ മളാ. വരാനുള്ള ജീവിതം അല്ലാഹു നിനക്ക് എളുപ്പാക്കി തരും. കഴിഞ്ഞു പോയത് അല്ലാഹു മാപ്പ് തരികയും ചെയ്യും. എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്തേക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. എന്തിനിവിടെ ജീവിച്ചു? ജീവിച്ചത് വീട് കെട്ടാൻ, ജീവിച്ചത് മക്കളെ കെട്ടിക്കാൻ, ജീവിച്ചത് ബിസിനസ് ഉണ്ടാക്കാൻ, ജീവിച്ചത് കല്യാണം കഴിക്കാൻ, ജീവിച്ചത് ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ, ജീവിച്ചത് മറ്റെന്തിനൊക്കെയോ. അവസാന മാർക്ക് വേണ്ടി ആയിരുന്നു ഇതൊക്കെ. ഇന്നാ ലില്ലാഹ്,
നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണെന്ന് പറയുകയും ചെയ്യുന്നു. ആർക്കായിരുന്നു ഈ ജീവിതം? അള്ളാഹുവിന് വേണ്ടി നമ്മൾ ജീവിച്ചുവോ? ഫസ്തഖിം കമാ ഉമിർത്, നബിയേ അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിയിൽ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത, ശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ ആയത്തുകളിൽ സൂറത്ത് ഹൂദിലടക്കം വരുന്ന പരാമർശങ്ങളാണിത്. ഫസ്തഖിം കമാ ഉമിർത, നബിയേ അങ്ങയോട് എങ്ങനെ ജീവിക്കണമെന്നാണോ പറഞ്ഞത് അതുപോലെ അങ്ങ് ജീവിച്ചേക്കണം കേട്ടോ. ആ വാക്കുകൾ കേട്ട് തലമുടി നരച്ചുപോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്ത് സന്തോഷത്തിലാണ്. നമുക്കറിയോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? ചിരിച്ച് ആടി തിമർത്ത് രസിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ മഹാനായ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ചോദിച്ചല്ലോ, ചെറുപ്പക്കാരാ എന്തിനാണ് ഈ ചിരി? എന്താണ് ഈ ചിരിയുടെ അർത്ഥം? നാളെ നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. നാളെ അള്ളാഹുവിന്റെ സിറാത്തിലൂടെ കടന്നു പോകുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ നിനക്ക് ചിരിക്കാൻ പറ്റുമോ? ഈ സംഭവത്തിന്റെ ശേഷം പിന്നെ ഈ ചെറുപ്പക്കാരൻ ചിരിച്ചതായി കണ്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തി. ചിന്ത കയറുകയാണ്, ആലോചന കയറുകയാണ്, ജീവിതം കളിയല്ലെന്ന് മനസ്സിലാക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, ഇത് ഉറപ്പിച്ചു. നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്, അത് ജീവിതം കൊണ്ട് പറഞ്ഞോ, നിന്റെ ഖൽബ് കൊണ്ട് പറഞ്ഞുവോ? എന്റെ രക്ഷിതാവ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുന, എന്റെ രക്ഷിതാവ് എന്നെ നോക്കുന്നത്, എന്നെ പരിപാലിക്കുന്നത്, എനിക്ക് രോഗം തരുന്നത്, എനിക്ക് ശിഫ തരുന്നത്, എന്നെ സംരക്ഷിക്കുന്നത്, എന്നെ പരീക്ഷിക്കുന്നത് എല്ലാം റബ്ബുന, എന്റെ റബ്ബാൻ എന്ന് പറയുകയും എന്നിട്ട് നേരായ വഴിയിൽ തന്നെ ജീവിക്കുകയും ചെയ്തവർ. ആ ഒരു വാക്ക് വളരെ എളുപ്പമാണ്. ഒരു സ്വഹാബി വന്ന് ചോദിച്ചല്ലോ, നബിയേ ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻക അഹദൻ ഗൈർ. നബിയേ ഇനി ഒരാളോട് ചോദിക്കാൻ ആവശ്യമില്ലാത്ത വിധം ഇസ്ലാമിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ഉപദേശം അങ്ങ് തരണം നബിയേ. ആ ഒരു ഉപദേശത്തെ ചൊല്ലി പിന്നെ ഒരാളോടും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. ലാ അസ്അലു അഹദൻ ഗൈറക, അങ്ങനത്തെ ഒരു മറുപടി തരൂ നബിയേ. എന്താ മറുപടി എന്നറിയോ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുമ്മ ഇസ്തഖിം. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയ്, നിന്റെ നാവ് കൊണ്ട്, നിന്റെ ഖൽബ് കൊണ്ട്, നിന്റെ ശരീരം കൊണ്ട് പറയ്. തുമ്മ ഇസ്തഖിം, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ജീവിതകാലം മുഴുവൻ ഇസ്ലാം പഠിക്കാൻ തുടങ്ങിയാൽ ഇസ്തിഖാമത്തിനെ സംബന്ധിച്ച് നേർവഴിയിൽ ജീവിക്കുക എന്ന ആ ഒരു ആശയത്തിലേക്ക് ജീവിതകാലം മുഴുവൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഒരാൾക്ക് ലഭിക്കുന്നത് 8 മസ്അലകളാണെന്ന് ഉലമാ പഠിപ്പിക്കുന്നു. 8 കാര്യങ്ങളാണ് ജീവിതത്തിൽ പഠിക്കാൻ കഴിയുക. ആ 8 കാര്യങ്ങൾ മഹാനായ ഒരു ഗുരുവിൽ നിന്ന് മഹാനായ ഒരു ശിഷ്യൻ പഠിച്ചെടുത്തത്. മഹാനായ ശഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനുണ്ട് ഹാത്തിമുൽ അസം. ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചു, ഗുരു ചോദിച്ചു, ശഖീഖുൽ ബൽഖി, അല്ല ഹാത്തിമേ, എത്ര വർഷമായി മിൻ കം സന തുസാഹിബുനി, എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച്, എത്ര വർഷമായി നിങ്ങൾ എന്റെ കൂടെ പഠിക്കാൻ ഇറങ്ങിയിട്ട്? ഖാല മുൻദു 33 സന, 33 വർഷമായിട്ടുണ്ടല്ലോ. 33 വർഷമായി ഗുരുവിന്റെ കൂടെ, ശൈഖിന്റെ കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട് 33 വർഷമായി.
ഫമാദാ തഅല്ലംത മിന്നി ഫീ ഹാദിഹിൽ മുദ്ദ, ഈ കാലഘട്ടത്തിൽ എന്താണ് ഹാത്തിമുൽ അസം നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുത്തത്? 33 വർഷത്തെ പഠനം കൊണ്ട് എന്ത് പഠിച്ചു? ഗംഭീരമായ ചോദ്യമല്ലേ? നമ്മൾ എത്ര കാലം വഅദ് പറയുന്നു? ഒരു 10 ദിവസത്തെ ഉറൂസിന്റെ വഅദ് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചെടുത്തു? നമ്മൾ ആലോചിക്കാറുണ്ടോ? ഒരു വഅദ് കഴിഞ്ഞു, ഞാൻ ഇന്ന് എന്ത് മനസ്സിലാക്കി, ഇന്ന് എന്ത് പുതുതായി ഞാൻ എന്ത് പഠിച്ചെടുത്തു? മുൻദുകം സഹിബ്തനി, എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? മുൻദു 33 സന, 33 വർഷമായിട്ടുണ്ട്. എന്നിട്ട് എന്ത് നിങ്ങൾ പഠിച്ചെടുത്തു? ഖാല 8 മസായിൽ, ഞാൻ പഠിച്ചെടുത്തത് 8 മസ്അലകളാണ്, 8 ആശയങ്ങളാണ്. മഹാനായ ശഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, 33 വർഷം കൊണ്ട് പഠിച്ചത് 8 മസ്അല, വേറൊന്നും കിട്ടിയില്ലേ? ആകെ 8 പഠിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഹുവ കദാലിക്, എനിക്ക് 8 പഠിക്കാൻ പറ്റിയുള്ളൂ. ലം തഅല്ലം ഇല്ലാ 8 മസായിൽ, 8 മസ്അലകളല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ പഠിച്ചെടുത്തിട്ടില്ല ശൈഖ് അവറുകളെ. ഞാൻ അതിലേറെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കും. എങ്കിൽ ഹാദിഹി 8, ഈ 8 കാര്യങ്ങളിൽ നിന്ന് പഠിപ്പിച്ചതാ. ഹത്താ അസ്മഅഹ, ഞാൻ എന്റെ ചെവി കൊണ്ടൊന്ന് കേൾക്കട്ടെ. 33 വർഷം എന്റെ കൂടെ നടന്ന് പഠിച്ചെടുത്ത ദീനിന്റെ വിവരത്തിൽ 8 മസ്അലകൾ നിങ്ങൾ പഠിച്ചത് ഞാനൊന്നറിയട്ടെ. ഒന്നാമത്തേത്, മഹാനായ ഹാത്തിമുൽ അസം എന്ന മഹാനായ ശിഷ്യൻ ശഖീഖുൽ ബൽഖി എന്ന മഹാനായ ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്ത 8 മസ്അലകൾ. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണം കഴിയുമ്പോഴേക്കും നമുക്ക് പഠിച്ചെടുക്കാനുള്ള 8 വിഷയങ്ങൾ. ഒന്ന്, നദറതു ഇലാ ഹാദിഹിൽ ഖൽഖി, ഞാൻ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ കുല്ലു വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബ, ഓരോരുത്തർക്കും ഓരോ പ്രേമഭാജനം വേണം. ഓരോരുത്തർക്കും ഓരോരുത്തരെ സ്നേഹിക്കണം, പ്രേമിക്കണം. പ്രേമം ഞാൻ കാണുന്നുണ്ട് അല്ലെ? ചെറിയ മക്കൾ നിന്ന് തുടങ്ങിയാൽ അഡോളസൻസിലേക്ക് കടക്കുന്ന മക്കൾ, പ്യൂബർട്ടിയിലേക്ക് ആയി തുടങ്ങുന്ന പെൺകുട്ടികൾ, അവിടെ നിന്നങ്ങോട്ട് പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ ചിന്തകൾ വന്നു തുടങ്ങുകയാണ്. മഹാനായ ഹാത്തിമുൽ അസം പറഞ്ഞു, ലോകത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രേമം ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. പ്രേമിക്കണമെന്ന് ആരോടൊക്കെയോ സ്നേഹത്തിന്റെ വാക്കുകൾ, സ്നേഹപ്പെടലുകൾ, എന്റേത് സ്വന്തമാണെന്ന തോന്നൽ, അത് എന്റേതാണെന്നൊരു പൊസസീവ്നെസ്, ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഹുവ മഅ മഹ്ബൂബിഹി ഇലൽ ഖബരി, ഖബറിലേക്ക് പോകുന്ന ആ ഖബറിന്റെ വക്ക് വരെ മാത്രമേ തന്റെ മെഹബൂബ് കൂടെയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം മരിച്ചുപോയാൽ കൂടെ ഖബറിൽ ഞാൻ കിടക്കാനുണ്ടെന്ന് പറയുന്ന ഒരു മെഹബൂബിനെയും ഞാൻ കണ്ടിട്ടില്ല. വലിയ സ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഭയങ്കര സംഭവമാണ്. മഅറൂഫുൽ ഖൽഖ് തങ്ങളോട് കുറെ ആളുകൾ വന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കല്ലെടുത്തിട്ട് എറിഞ്ഞു. ഇവരൊക്കെ ഓടി. ഇഷ്ടാണെന്ന് പറഞ്ഞ ആൾക്കാര് കല്ലെടുത്ത് ഏറ് കിട്ടിയപ്പോ ഓടുകയാണോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുടെ ഏറ് കൊള്ളാനല്ലല്ലോ ഞങ്ങൾ വന്നത്, നിങ്ങളോട് സ്നേഹം എന്ന് പറയാനാ. അദ്ദേഹം പറഞ്ഞു, എന്നോട് സ്നേഹാണെങ്കിലേ എന്റെ ഏറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴാ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. പറയില്ല ആളൊക്കെ നമുക്ക് എതിരായിട്ട് പറയണെങ്കിൽ നമ്മൾ എടുക്കൂല. അല്ലല്ല, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം സ്വീകരിക്കണം എന്നാണ്. മഹ്ബൂബ് അങ്ങനെയാണ്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, മഹ്ബൂബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മഹ്ബൂബാണവൻ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മഹ്ബൂബാണ്. ആ സ്നേഹമാണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ശഫാഅത്തായി രൂപപ്പെടുന്നത്. ആ സ്നേഹമാണ് ലിവാഉൽ ഹംദിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്നത്. ആ സ്നേഹമാണ് നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ആ സ്നേഹമാണ് അവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത്, ആദ്യമായി തുറക്കപ്പെടുന്നത് എനിക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുംറത്തിൽ
ആ സംഘത്തിൽ കൂടണമെങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം വേണം, അല്ലാഹുവിനോടുള്ള സ്നേഹം, അവന്റെ ദീനിനോടുള്ള സ്നേഹം. ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്. ഷഖീഖുൽ ബൽഖി, ഒരുപാട് പ്രേമഭാജനം, ഒരുപാട് ആളുകൾക്ക് പ്രേമമുണ്ട്. പക്ഷേ പ്രേമിക്കപ്പെടുന്ന ഒരാളോ പ്രേമിക്കുന്നവനോ തന്റെ മെഹബൂബിന്റെ കൂടെ, മുഹിബിന്റെ കൂടെ ഖബറിൽ പോയി കിടക്കാൻ ഒരുക്കമല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഫഇദാ വസല ഇലൽ ഖബ്രി ഫാറഖഹ്, മരണം ആസന്നമാവുകയും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്താൽ എത്ര സ്നേഹിച്ച ഭർത്താവും തന്റെ ഭാര്യയോട് യാത്ര പറയുകയാണ്, ഭാര്യയോടൊപ്പം ഖബറിലേക്കില്ല. എത്രയോ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭർത്താവിന്റെ കൂടെ ഖബറിലേക്ക് പോയി കിടക്കാൻ പെണ്ണൊരുക്കമല്ല. പ്രേമമോ അനുരാഗമോ സ്നേഹമോ നടിച്ചു നടക്കുന്നവർ, പ്രകടിപ്പിക്കുന്നവർ, അവരാരും തന്റെ മെഹബൂബിന്റെ കൂടെ പോയി കിടക്കാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി, എന്റെ കൂടെ ഖബറിൽ വന്ന് കിടക്കാൻ ഒരു മെഹബൂബ് എനിക്ക് വേണം. ഖബറിൽ പോയി കിടക്കാനുള്ളൊരു മെഹബൂബ് എനിക്ക് വേണം. ആ മെഹബൂബ് ആരാണെന്ന് ഞാൻ നോക്കുമ്പോൾ ഫജഅൽതുൽ ഹസനാതി മെഹബൂബി, സൽക്കർമ്മങ്ങൾ എന്റെ മെഹബൂബാണെന്ന് ഞാൻ സ്വീകരിച്ചു. സൽക്കർമ്മങ്ങൾ, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കർമ്മങ്ങളൊഴികെ ബാക്കിയെല്ലാം മനുഷ്യന് നഷ്ടപ്പെടാൻ പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്നത് സ്വദഖത്തിൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വദഖയാണ്. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ട്. ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെട്ടിരുന്ന ഇൽമുണ്ട്. ആളുകൾ അമൽ ചെയ്യുന്ന ഇൽമുണ്ട്. സ്വന്തമായി അമൽ ചെയ്ത് ശീലിപ്പിച്ച അമൽ ഇൽമുകളുണ്ട്. ഇതല്ലാതെ എല്ലാം ഖബറിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അമലുകൾ അവസാനിക്കുകയായി. കൂടെ കിടക്കാനുള്ളത് ഈ കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളല്ലാതെ ആ ഒരു പാതിരാ നേരത്തെ 2 റക്അത്ത് നിസ്കാരം, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി വല്ലത് കൊടുത്തത്, ദീനി മദ്രസക്ക് വേണ്ടി കൊടുത്തത്, ഒരു പാവപ്പെട്ടവന്റെ മുഖത്ത് സന്തോഷമുണ്ടാകാൻ ദാനം ചെയ്തത്, ഒരാളോട് നല്ല വാക്ക് പറഞ്ഞത്, ഒരു പുഞ്ചിരിച്ച് സംസാരിച്ചത്, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിയത്, ഇങ്ങനെ സൽക്കർമ്മങ്ങളല്ലാതെ എന്റെ കൂടെ കഴിയാൻ ഒരു മെഹബൂബുമില്ലെന്ന് കണ്ടപ്പോൾ ഫജഅൽതുൽ ഹസനാതി മെഹബൂബി, എന്റെ പ്രേമഭാജനങ്ങൾ സൽക്കർമ്മങ്ങളാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഷഖീഖുൽ ബൽഖി എന്ന് അരുമ ശിഷ്യൻ ഹാത്തിമുൽ നസം ആദ്യം പഠിച്ചെടുത്തതാണ്. സ്നേഹിക്കണല്ലോ, ആരും സ്നേഹിക്കണില്ലേ? ലൈലയെ സ്നേഹിച്ചിട്ടുണ്ട് ഇംറുൽ ഖൈസ്, അറബി സാഹിത്യത്തിന്റെ ഭാഗമാണ്. അതൊക്കെ അലൈക്കും ബി അശ്ആരിൽ ജാഹിലിയ, ജാഹിലി പ്രീ ഇസ്ലാമിക് പോയട്രി, അറബ് ഭാഷയുടെ അത്ഭുതം അറിയാനൊക്കെ സഹായിക്കുന്ന പോസ്റ്റ് ഇസ്ലാമിക് പീരീഡിൽ വന്നു പോയിട്ടുള്ള കവികൾ കാണും. മജ്നൂൻ അങ്ങനെയാണ്. ഇംറുൽ ഖൈസ് ലൈലയെ പ്രേമിച്ച ആളാണ്. ഗസാലി ഇമാം പറയുന്നുണ്ട്, ലൈലയെ പ്രേമിച്ച് തലക്ക് കയറിയിട്ട് മജ്നൂൻ പറഞ്ഞു, ഈ ലൈലയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഇനി ഒരിക്കൽ ലൈലയെ കാണണമെങ്കിൽ ഞാൻ കരഞ്ഞെൻ്റെ കണ്ണ് ശുദ്ധിയാക്കണം. പ്രേമം തലക്കടിച്ചാൽ എന്തൊക്കെയാ പറയാന്ന് അറിയില്ലല്ലോ. ഗസാലി ഇമാം പറയാ, അള്ളാഹുവിനെ കാണേണ്ട കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്. ഹറാമിലേക്ക് നീ നോക്കിയ ഈ കണ്ണ് കഴുകാതെ എങ്ങനെയാ നിനക്ക് അള്ളാഹുവിനെ നോക്കാൻ പറ്റുക? ഇംറുൽ ഖൈസ് ഒരു പെണ്ണിനെ കുറിച്ചായി പറഞ്ഞത്. وكيف ترى ليلى بعين ترى بها سواها وما طهرتها بالمدامع وكيف ترى ليلى, ലൈലയെ നിനക്ക് എങ്ങനെ കാണാൻ പറ്റും? ബിഐനിൻ തറാ ബിഹാ സിവാഹാ, ലൈല അല്ലാത്തവളെ നോക്കുന്ന ആ കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെ ലൈലയെ നോക്കും? വമാ തഹർതഹാ ബിൽ മദാമിഇ, വമാ തഹർതഹാ ബിൽ മദാമിഇ, കണ്ണുനീരുകൊണ്ട് ശുദ്ധിയാക്കാതെ പിന്നെ എങ്ങനെയാണ് ലൈലയെ നോക്കുക? മുഅ്മിനേ, ഇംറുൽ ഖൈസിന്റെ തലക്കടിച്ച പ്രേമമല്ല നിന്നെ ചിന്തിപ്പിക്കേണ്ടത്. ഇതാണ് സ്നേഹത്തിന്റെ ഗതിയെങ്കിൽ അല്ലാഹുവിനെ നോക്കാനുള്ള കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് ചില മുഖങ്ങളുണ്ട് പരലോകത്ത്, നാദിറത്തുൻ, നല്ല ശോഭയുള്ള മുഖങ്ങൾ, മുഖത്ത് നല്ല പ്രകാശമുണ്ട്, ദിവ്യമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം. ആ സ്നേഹം അങ്ങ് മനസ്സിലേക്ക് ഇറങ്ങിയാൽ മുഖത്ത് പ്രകാശം വരും.
വുജൂഹു യൗമഇദിൻ നാദിറ. നമ്മുടെ ഭൂമിയിലെ തേർഡ് ക്ലാസ് പ്രേമത്തിന്റെ ഈ പ്രഭ മുഖത്ത് കയറാൻ കഴിയില്ല. ഭൂമിയിലെ പ്രേമത്തിന് മുഖത്ത് പ്രഭയില്ല, മുഖത്ത് ഇരുട്ട് കാണും. മുഖത്ത് നോക്കിയാൽ, മുഅ്മിനായ മനുഷ്യന് നോക്കിയാൽ, കണ്ണുകൊണ്ട് മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഖൽബിൽ അല്ലാഹുവിനല്ലാത്തവരെ കൊണ്ടു നടക്കുന്ന ഹൃദയമാണോ എന്ന്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം സൂക്ഷിച്ചോളൂ, അവൻ നോക്കുന്നത് അല്ലാഹു നൽകിയ പ്രകാശം കൊണ്ടാണ്. മുഖത്തൊരു ശോഭ വരും, ദുനിയാവിൽ വരും. സ്നേഹം വെർട്ടിക്കൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആവരുത്. ഇന്നത്തെ പ്രേമങ്ങളൊക്കെ ഹൊറിസോണ്ടലാണ്, വെർട്ടിക്കൽ ആവണം അല്ലാഹുവിലേക്കുള്ളത്. നാളെ ചില മുഖങ്ങൾക്ക് ഇങ്ങനെ പ്രകാശം കാണും. ആ പ്രകാശം മറ്റൊന്നുമല്ലേ, ഇലാ റബ്ബിഹാ നാദിറ. തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്റെ മെഹബൂബ് അല്ലാഹു ആകണം. ഒരാൾക്ക് ഹലാൽ കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ആര്? സ്വന്തം മാതാപിതാക്കൾ. ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, അല്ലേ, സ്വന്തം പെങ്ങൾ, സ്വന്തം കുടുംബം. ഇവരൊക്കെ സ്നേഹിക്കണം. അല്ലാത്ത പ്രേമങ്ങൾ ഹറാം, പാടില്ല. ഹൃദയത്തിൽ നിന്ന് പറിച്ചൊഴിവാക്കുക. ഈ ഹൃദയം അല്ലാഹുവിന് കൊടുക്കാനുള്ളതാണ്. എല്ലാ മെഹബൂബുകളും തന്റെ മെഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു മെഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു. അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്കർമ്മങ്ങളാണ്. ഫജഅൽതുൽ ഹസനാതി മെഹബൂബി. എല്ലാവർക്കും പ്രേമഭാജനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാജനം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്.